നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. കള്ളുഷാപ്പിൽ സ്റ്റേഷൻ റൌഡികൾ തമ്മിലുണ്ടായ തർക്കം. സ്റ്റേഷൻ റൌഡി അജ്മൽ അറസ്റ്റിൽ. മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധപൂരിതമായി ചാലക്കുടി ജംഗ്ഷൻ മേൽപ്പാല മേഖല. പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി അറിയാം. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധവേദിയാക്കി യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചുമാണ് പ്രതിഷേധിച്ചത്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നജ്മുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച നിലയിൽ 10 കിലോയോളം ബീഫ് പിടിച്ചെടുത്തത്. മൂത്തകുന്നം സ്വദേശി വിൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. പിടികൂടിയ ഇറച്ചി ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കള്ളുഷാപ്പിൽ സ്റ്റേഷൻ റൌഡികൾ തമ്മിലുണ്ടായ തർക്കം. സ്റ്റേഷൻ റൌഡി ദേവപ്രയാഗിനെ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അജ്മൽ അറസ്റ്റിൽ. കള്ളുഷാപ്പിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വലപ്പാട് സ്റ്റേഷൻ റൌഡിയായ വലപ്പാട് സ്വദേശി അരയമ്പറമ്പിൽ വീട്ടിൽ ദേവപ്രയാഗ് എന്നയാളെ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സ്കൂട്ടർ തകർക്കുകയും ചെയ്ത കേസിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയായ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ അജ്മൽ എന്നയാളാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം എടത്തുരുത്തി കനാൽ കള്ളുഷാപ്പിലായിരുന്നു സംഭവം. ദേവപ്രയാഗും അജ്മലും കയ്പമംഗലം സ്റ്റേഷൻ റൌഡിയായ രോഹനും ഒരുമിച്ച് കള്ളുകുടിക്കാൻ ഷാപ്പിലെത്തിയിരുന്നു. മദ്യപിക്കുന്നതിനിടെ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പരസ്പരം അസഭ്യം പറയുകയും ചെയ്തു. ഇതിലുണ്ടായ വൈരാഗ്യത്തെ തുടർന്ന് പ്രതിയായ അജ്മൽ വാളെടുത്ത് ദേവപ്രയാഗിന്റെ കൈക്കും കാലിനും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇവർ മൂവരും സംഭവസ്ഥലത്തേക്ക് വരാനുപയോഗിച്ച ദേവപ്രയാഗിന്റെ സ്കൂട്ടറും അജ്മൽ വാളുകൊണ്ട് വെട്ടി നശിപ്പിക്കുകയായിരുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധപൂരിതമായ ചാലക്കുടി ജംഗ്ഷൻ മേൽപ്പാല മേഖല. സൗന്ദര്യവൽക്കരണം പ്രഖ്യാപിച്ച നഗരസഭ അധികൃതരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സൗത്ത് ജംഗ്ഷനിലെ വ്യാപാരികളും ജോലിക്കാരും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. മനുഷ്യവിസർജ്യങ്ങൾ നിറഞ്ഞ് മൂക്കുപൊത്താതെ ഇതിലെ നടക്കാൻ പോലും കഴിയില്ല. ഭിക്ഷാടനത്തിന്റെ മറവിൽ ഇതര സംസ്ഥാനക്കാർ ഒത്തുകൂടുന്ന കേന്ദ്രം കൂടിയാണിത്. പല മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളെയും പോലീസ് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഫ്ലൈഓവറിന് താഴെ ടാക്സി, ഓട്ടോ, ടെമ്പോ സ്റ്റാൻഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ മാലിന്യമുക്തമാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മറ്റിടങ്ങളാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രവും ഒപ്പം മാലിന്യ നിക്ഷേപ ഇടങ്ങളുമായി മാറിയത്. വാഹനങ്ങളിലെ യന്ത്രസാമഗ്രികൾ ഇവിടെ നിന്നും പലപ്പോഴും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്.
സൗത്ത് ജംഗ്ഷൻ മേൽപ്പാല കേന്ദ്രം സൗന്ദര്യവൽക്കരിക്കാൻ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പാർക്കിംഗ് കേന്ദ്രം ടൈൽ വിരിച്ച് മനോഹരമാക്കൽ, പൂന്തോട്ടം, ശുചിമുറി, കഫേ, വിശ്രമ കേന്ദ്രം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. MLAയും ഇവിടെ 1 കോടി രൂപയുടെ നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ എല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. എത്രയും വേഗം ഇവിടം ശുചീകരിക്കാൻ നടപടി വേണമെന്ന് നഗരസഭാ കൌൺസിലർ VJ ജോജി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിക്ക് തൃക്കൂർ പഞ്ചായത്തിൽ തുടക്കമാകുന്നു. കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. കല്ലൂർ VLP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സുരക്ഷ എന്ന പേരിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അപകട മരണം, മരണാവസ്ഥയോട് തുല്യമായ അവസ്ഥയിൽ കഴിയുന്നവർക്ക് 1 ലക്ഷം രൂപയും അപകടം മൂലം അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 50,000 രൂപയും നൽകുന്നതാണ് പദ്ധതി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ, മറ്റ് ജനപ്രതിനിധികൾ, ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. കള്ളുഷാപ്പിൽ സ്റ്റേഷൻ റൌഡികൾ തമ്മിലുണ്ടായ തർക്കം, സ്റ്റേഷൻ റൌഡി അജ്മൽ അറസ്റ്റിൽ. മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധപൂരിതമായി ചാലക്കുടി ജംഗ്ഷൻ മേൽപ്പാല മേഖല. പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.